ഡണ്ണിങ് ക്രൂഗർ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മാനസികാവസ്ഥയുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തിൽ നമ്മൾ എക്സ്പെർട്ടാണ് എന്ന് സ്വയം വിശ്വസിച്ച് പെരുമാറുക. അതിനകത്ത് ഈ യഥാർത്ഥ എക്സ്പെർട്ടുകൾക്കും ഈ ഒരു പ്രശ്നം വരാം. അവർ വിചാരിക്കും ഞാനത്ര വലിയ എക്സ്പെർട്ടൊന്നുമല്ല, അഥവാ എല്ലാവർക്കും എൻ്റെ അതേ എക്സ്പെർട്ടീസ് ഉണ്ട് എന്ന് ഒരല്പം വിനയം കലർത്തി അവർ വിചാരിക്കും. ഇത് രണ്ടും ചേരുന്ന ഒരു മാനസികാവസ്ഥയാണ് ഡണ്ണിങ് ക്രൂഗർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അത് ഫോർമുലേറ്റ് ചെയ്ത രണ്ട് സൈക്കോളജിസ്റ്റുകളുടെ പേരാണ് ഡണ്ണിങ് എന്നും ക്രൂഗർ എന്നുള്ളത്. 1999 അവർ ഈ തിയറി മുന്നോട്ട് വെച്ചു. ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ പല പ്രവൃത്തികളും കാണുമ്പോൾ അദ്ദേഹം ഈ ഡണ്ണിങ് ക്രൂഗർ ഇഫക്റ്റ് ബാധിച്ച ആളാണോ എന്ന് തോന്നും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എന്താ ഒരു അതിര് കടന്ന ആത്മവിശ്വാസം, യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രവൃത്തി, ഒരു പൊങ്ങച്ചം, അല്പം പരിഹസിച്ച് പറഞ്ഞാൽ പൊങ്ങച്ചം. ആ പൊങ്ങച്ചം പറയുന്നവർ പലരും ഇത് പൊങ്ങച്ചമാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയുന്നവരാണ്. ചിലർ അറിയാതെ തന്നെ അങ്ങ് പറയും. ഞാൻ പറയുന്നത് പൊങ്ങച്ചമാണെന്ന് എനിക്കൊരു ബോധ്യം വേണ്ടേ, അതുപോലുമില്ല, ഇത് സത്യമാണെന്നുള്ള മട്ടിലങ്ങ് തട്ടിവിടും. ഡൊണാൾഡ് ട്രംപിന് പലപ്പോഴും ഈ അബദ്ധം പറ്റാറുണ്ട്. മെയ് 27 അദ്ദേഹത്തിന് പ്രത്യേക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുണ്ട്, ട്രൂത്ത് സോഷ്യൽ. എന്തുമായിക്കോട്ടെ, അതിൽ മാത്രമേ പുള്ളി എഴുതുകയുള്ളൂ. ബാക്കി നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ട്വിറ്റർ, ഫേസ്ബുക്ക് ഇതിനോടൊക്കെ പുച്ഛമാണ്. ട്വിറ്ററിൽ നിന്ന് പുള്ളിയെ പണ്ട് പുറത്താക്കിയിരുന്നു, മുതലാളി വേറെ ആയിരുന്നു, അപ്പോൾ പുള്ളിയെ പുറത്താക്കിയിരുന്നു. അതിൻ്റെ ദേഷ്യത്തിൽ പുള്ളി പിന്നീട് ട്വിറ്ററിൽ വന്നില്ല. ഇലോൺ മസ്ക് ടേക്ക് ഓവർ ചെയ്തു. ഇലോൺ മസ്ക് ക്ഷണിച്ചു, എൻ്റെ പൊന്നു ചേട്ടാ വാ, ഇപ്പം ഞാനാണിത് നടത്തുന്നത്. എനിക്ക് വേണ്ട, പോയില്ല. പുള്ളി സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അതിലങ്ങ് എഴുതും. അത് ട്വിറ്ററിലേക്ക് മറ്റുള്ളവർ പോസ്റ്റ് ചെയ്യുമോ എന്താ അതിൻ്റെ ടെക്നോളജി എനിക്കറിയില്ല. ഏതായാലും ട്രംപ് പറഞ്ഞു, റഷ്യ ദേ ആർ പ്ലേയിങ് വിത്ത് ഫയർ, തീ കൊണ്ട് കളിക്കുകയാണ് ഉക്രൈനിൽ, വളരെ സൂക്ഷിക്കണം, റഷ്യയ്ക്ക് വലിയ ഡാമേജ് ഉണ്ടാകും. അതുണ്ടാവാതെ ഇത്രയും കാലം നോക്കിയത് ഞങ്ങളാണ്. ആര്? USA ആണ്. ഞങ്ങളാണെന്ന് പോലുമല്ല, ഞാനാണ് എന്നാണ് പുള്ളി എഴുതിയിരിക്കുന്നത്. ഇതൊരു വലിയ പൊങ്ങച്ചമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. കാരണം ഇദ്ദേഹം ഒറ്റയ്ക്ക് വിചാരിച്ചാലൊന്നും ഒരു ചുക്കും റഷ്യയെ ചെയ്യാൻ പറ്റില്ല, ഉക്രൈനെയും ചെയ്യാൻ പറ്റില്ല. ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ വിഖ്യാതമായ ഒരു പൊങ്ങച്ചം പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അമേരിക്ക ഈസ് ഫുള്ളി പ്രൊട്ടക്റ്റഡ്. രണ്ട് വശത്തും വലിയ കടലാണ്, പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും. ഈ സമുദ്രം കടന്ന് ആര് വന്ന് ഞങ്ങളെ എന്ത് ചെയ്യാനാണ്? സോ വി ആർ ഫുള്ളി പ്രൊട്ടക്റ്റഡ്. അത് കഴിഞ്ഞിട്ട് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ ഗോൾഡൻ ഡോം, ഇസ്രായേലിൻ്റെ അയൺ ഡോം പോലെ ഒരു ഗോൾഡൻ ഡോം ഉണ്ടാക്കാൻ പോകുന്നു. ശൂന്യാകാശത്തു നിന്ന് ആരെങ്കിലും അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതുപോലും തടയാനായിട്ട്. രണ്ട് വശത്തും കടലാണ്, ആകാശത്ത് എന്തെങ്കിലും തട വേണമല്ലോ. അതിനാണ് ഈ ഗോൾഡൻ ഡോം എന്നുള്ള അമേരിക്കയുടെ പുറത്ത് വലിയൊരു ഡിഫൻസിൻ്റെ കൊട അവർ സൃഷ്ടിക്കാൻ പോകുന്നു, സ്വർണം കൊണ്ട്. എന്തുമായിക്കോട്ടെ, ചെയ്യാൻ അവർക്ക് കപ്പാസിറ്റിയൊക്കെ ഉണ്ട്, നമുക്കും ഉണ്ട്, ഇന്ത്യക്കും ഉണ്ട്. നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ടാണ്, മനസ്സിലായി. അത്ര വലിയ സംവിധാനത്തിൻ്റെ ആവശ്യം നമുക്കില്ല, അത്ര വലിയ ശത്രുക്കളും നമുക്കില്ല. ഉള്ള ഒരു ശത്രുവിനെ നമ്മൾ ഒരു പാഠം പഠിപ്പിച്ചൊരു വഴിക്കാക്കിയിരിക്കുകയാണ്. എന്തുമായിക്കോട്ടെ, അപ്പോൾ അതുകൊണ്ട് ട്രംപിൻ്റെ വിചാരം ഇൻവിൻസിബിളാണ് അമേരിക്ക. ട്രംപ് മറന്നു പോകുന്നു, ട്രംപിൻ്റെ ട്വിൻ ടവർ എവിടെ നിന്നാണ്, ഏത് അറ്റ്ലാന്റിക്, ഏത് പസഫിക് ഓഷനിൽ നിന്നാണ് ആ വിമാനങ്ങൾ പൊങ്ങിയത്? അമേരിക്കയിൽ നിന്ന് തന്നെ. ആ വിമാനങ്ങൾ വന്ന് ഇടിച്ചാണ് ഈ ട്വിൻ ടവർ രണ്ടും തകർത്ത് കളഞ്ഞത്. ഇത് ട്രംപ് മറക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാവുന്നില്ല. ട്രംപ് ഒരു വിരട്ടാണ്. റഷ്യ ഈസ് പ്ലേയിങ് വിത്ത് ഫയർ. റഷ്യ അവർ സാധാരണഗതിയിൽ പ്രകോപനപരമായ പ്രസ്താവനകൾ ഇറക്കുന്നവരല്ല. ബട്ട് അവരുടെ ഈ ദിമിത്രി മെഡ്വദേവ്, എടാകുടം പിടിച്ച പേരുകളാണ് റഷ്യക്കാരുടെ. അതുകൊണ്ട് ഞാനത് എഴുതി വച്ചിരിക്കുക വായിക്കാനായിട്ട്. ദിമിത്രി മെഡ്വദേവ്, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് റഷ്യാസ് സെക്യൂരിറ്റി കൗൺസിൽ, അവരുടെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഡെപ്യൂട്ടി ചെയർമാനാണ്.
ഇത് കേൾക്കുമ്പോൾ വളരെ വലിയൊരു പോസ്റ്റാണെന്നൊന്നും വിചാരിക്കരുത്, അത്ര വലിയ പോസ്റ്റല്ല. പക്ഷേ അദ്ദേഹം മെയ് 27 ട്രംപ് എഴുതിയതിന് മറുപടിയായിട്ട് മെയ് 28 അദ്ദേഹവും എക്സിൽ കുറിച്ചു. കാരണം ഇത് വല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണല്ലോ ട്രംപിൻ്റെ. ഒന്ന്, നിങ്ങൾ തീ കൊണ്ടാണ് കളിക്കുന്നത് എന്നുള്ള മുന്നറിയിപ്പ്. 2, ഞാനില്ലായിരുന്നെങ്കിൽ വലിയ നാശനഷ്ടം നിങ്ങൾക്ക് സംഭവിക്കുമായിരുന്നു. ബിഗ് ഡാമേജ് വുഡ് ഹാവ് ടേക്കൺ പ്ലേസ്. റഷ്യ വുഡ് ഹാവ് ബീൻ ഇൻ ട്രബിൾ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യക്ക് ചൊറിയുമല്ലോ. അപ്പോൾ ഈ മെഡ്വദേവ് റിപ്ലൈ കൊടുത്തു, അല്ല ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് ഒരു ഡേഞ്ചറായിട്ട് ആകെ തോന്നുന്നത് 3-ാം ലോക മഹായുദ്ധമാണ്. അതാണോ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്ന് തിരിച്ചു ചോദിച്ചു. വി നോ ഓൺലി വൺ ഡേഞ്ചർ, ദാറ്റ് ഈസ് വേൾഡ് വാർ 3 എന്നാണ് മറുപടി. അപ്പോൾ ഇത് വലിയ സ്പെക്കുലേഷൻ ഇടയാക്കി. കാരണം ഇത്ര കടുപ്പപ്പെട്ട ഒരു മറുപടി റഷ്യ കൊടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു തയ്യാറെടുപ്പാണല്ലോ അത്. എന്നാൽ പുട്ടിൻ്റെ സ്പോക്സ് പേഴ്സൺ, സാധാരണ സംസാരിക്കുന്ന ദിമിത്രി പെസ്കോവ്, അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അവർ വളരെ മാന്യമായിട്ടാണ്, പുട്ടിൻ വാ തുറക്കാറിയില്ല, പെസ്കോവിനെ കൊണ്ടാണ് സംസാരിപ്പിക്കുന്നത്. പെസ്കോവ് നമുക്ക് ഈ പ്രശ്നം പറഞ്ഞ് തീർക്കാം, ഞങ്ങൾ കണ്ടീഷനുണ്ട്, ഞങ്ങൾ എഗ്രിമെൻ്റ് കൊടുത്തു, യുക്രൈൻ എഗ്രി ചെയ്യാഞ്ഞിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുള്ള സാധാരണ ഡിപ്ലോമാറ്റിക് ലാംഗ്വേജിലുള്ള പ്രസ്താവനകളാണ് ഈ പെസ്കോവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പുടിൻ ഒന്നും മിണ്ടിയിട്ടുമില്ല. ഈ ട്രംപിന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡണ്ണിങ് ക്രൂഗ് എഫക്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കണം അദ്ദേഹം ഇതുപോലത്തെ വാചകങ്ങളൊക്കെ അടിക്കുന്നത്. ട്രംപിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇത് തെളിഞ്ഞ് കാണാം. ബാങ്കിലൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വത്ത് കൊടുക്കുക, അത് കേസായിട്ട് മാറുക, പിന്നെ അത് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പിൻവലിയുക, ബാങ്ക്രപ്സി ഇത് കേസ് ഫയൽ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ് ട്രംപ്. അപ്പോൾ ട്രംപിനെപ്പോഴും കാശിനോട് ഒരു നോട്ടമുണ്ട്. ഞാൻ ട്രംപിനെ സ്വാഗതം ചെയ്തിരുന്നില്ലേ? ഞാനും ചെയ്തിരുന്നു. കാരണം ട്രംപ് ഒരു നാഷണലിസ്റ്റാണ്. അതുകൊണ്ട് നാഷണൽ ഫോഴ്സസുമായിട്ട് അലൈൻ ചെയ്യും. സാമ്പത്തിക രംഗത്ത് ഉറപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ നടക്കും. അത് അമേരിക്ക എന്നും ചെയ്യുന്നതാണ്. അവരുടെ സാമ്പത്തിക ഫൈനാൻഷ്യൽ ഹെജിമണി നിലനിർത്താനുള്ള ടെക്നിക്സൊക്കെ ഇറക്കും. മറ്റ് രാജ്യങ്ങൾ അത് റെസിസ്റ്റ് ചെയ്യും. അതിനെ ചൊല്ലി വഴക്ക്, ബഹളം, ഡ്യൂട്ടി, ടാക്സ്, ഇതൊക്കെ ചൊല്ലി ഇതിങ്ങനെ നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കും. ബട്ട് സ്റ്റിൽ ട്രംപ് ഒരു നാഷണലിസ്റ്റ് ആയതുകൊണ്ട് മറ്റ് നാഷണാലിറ്റികളുടെ വികാരം അങ്ങർക്ക് മനസ്സിലാവും എന്നാണ് ഞാനും ധരിച്ചത്. അത് മനസ്സിലാകാഞ്ഞിട്ടോ അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് ഭാവിച്ചിട്ടോ ഇപ്പോൾ ട്രംപ് ബിസിനസ് മാത്രം ലാക്കാക്കിയിട്ട് മുന്നേറുന്നു. അത് നിൽക്കുമ്പോൾ തന്നെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം 24 മണിക്കൂറിന് ഞാൻ തീർത്തു തരും. ഇസ്രായേൽ ഹമാസ് പ്രശ്നം 24 മണിക്കൂറിനകം വെടിനിർത്തലാകും. ഇങ്ങനെ ഈ 24 മണിക്കൂർ എന്ന് പറഞ്ഞതല്ലാതെ മാസങ്ങൾ കഴിഞ്ഞുപോയി, ഒന്നും സംഭവിക്കുന്നില്ല. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ട്രംപിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. പിന്നെ ആകെ കൂടി പുള്ളി ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കിയത് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് ഞാനാണത് ഡീൽ ചെയ്ത് ശരിയാക്കിയതെന്നാണ്. അത് പ്രശ്നമായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഡീലൊന്നും ഉണ്ടാക്കിയില്ല, ഞാനൊന്ന് സഹായിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പതുക്കെ കാല് പുറകോട്ടെടുത്തു. അങ്ങനെ ആകെ കൂടെ വഷളായിട്ട് നിൽക്കുന്ന ട്രംപിനെയാണ് റഷ്യ വേൾഡ് വാർ 3 വെച്ച് വിരട്ടുന്നത്. അതിനു മുമ്പ് സോലോവ്യേവ് എന്ന അവരുടെ ഒരു പ്രൊപ്പഗാൻഡിസ്റ്റ് ഉണ്ട് റഷ്യയുടെ. അങ്ങേര് നേരത്തെ തന്നെ ഇത് പറഞ്ഞിരുന്നു. പൊസീഡൻ എന്ന് പേരുള്ള, പൊസീഡൻ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ് പഴയൊരു സിനിമയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. പൊസീഡൻ എന്ന് പേരുള്ള ന്യൂക്ലിയർ ടോർപിഡോ റഷ്യയുടെ കയ്യിലുണ്ട്. വെറുതെ അത് ചിലവാക്കരുത്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയർ സുനാമി ഉണ്ടാകും എന്ന് ഈ മനുഷ്യൻ എഴുതി. ആ മനുഷ്യന് എന്തു എഴുതാം, പ്രൊപ്പഗാൻഡിസ്റ്റാണല്ല. ബട്ട് പലരുടെയും നെറ്റിച്ചുളിഞ്ഞു ആ സിനോറിയോ ഓർത്തിട്ട്. ട്രംപിനെ ഈ കടലുകൾ രക്ഷിക്കാൻ പോകുന്നില്ല. കാരണം കടലിൽ നിന്നും ആക്രമിക്കാം, കര വേണമെന്നൊന്നുമില്ല. കടലിൽ നിന്നുള്ള ആക്രമണം അതിഭീകരമായിരിക്കും. വാസ്തവത്തിൽ കരയേക്കാൾ എളുപ്പവും ഭീകരവും ആയ ആക്രമണം നടത്താൻ കടലിൽ നിന്ന് സാധിക്കും.
നമ്മുടെ കഴിഞ്ഞ പാകിസ്ഥാനുമായിട്ടുള്ള സ്കിർമിഷിൽ, ഞാനിപ്പോഴും അതിനെ സ്കിർമിഷ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു, അത് തീർന്നിട്ടില്ല, ഓപ്പറേഷൻ സിന്ദൂർ. അതിൽ നേവി പങ്കെടുത്തില്ല. ഇന്ത്യൻ നേവി പങ്കെടുത്തിരുന്നെങ്കിൽ ഇതൊന്നുമല്ല നാശനഷ്ടം. നേവി നമ്മുടെ INS വിക്രാന്തൊക്കെ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിന്നിരുന്നു. അത് ആ പത്രസമ്മേളനത്തിൽ പ്രമോദ് എന്ന നേവി ചീഫിനെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. ആ 3 പേരിരുന്നതിൽ ഏറ്റവും റഫ് ആൻഡ് ടഫായിട്ട് സംസാരിച്ചത് നേവിക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്നുള്ളത് പാകിസ്ഥാൻ അറിയാം, ഞങ്ങൾക്ക് ഇടപെടേണ്ടി വന്നില്ല ഇക്കാര്യത്തിൽ, മറ്റേ 2 പേര് കൂടിയാണ് നടത്തിയത് എന്ന് പറഞ്ഞു. കരസേനാ മേധാവി പോലും വളരെ വിനയത്തോടെ സംസാരിച്ചു. വ്യോമസേനയാണ് പാകിസ്ഥാനെ കൂടുതലും ആക്രമിച്ചത്. കരസേനയുടെ സപ്പോർട്ട്, നാവികസേന സ്റ്റാൻഡ് ബൈ. ഇതായിരുന്നു നമ്മളുടെ ചെറിയൊരു 3 ദിവസം അല്ലെങ്കിൽ 3.5 ദിവസം എന്ന് പറയാവുന്ന ഓപ്പറേഷൻ. അപ്പോൾ കടലിൽ നിന്നുള്ള ആക്രമണം അതിഭീകരമായിരിക്കും. എന്തറിഞ്ഞിട്ടാണ് ട്രംപ് ഇതൊക്കെ പറയുന്നത്? അതോ യഥാർത്ഥത്തിൽ ലോകം ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുകയാണോ? അതിനുള്ള ത്രാണി ലോകത്തിനുണ്ടോ, മൊത്തം ലോകരാജ്യങ്ങൾക്ക്? ഈ ന്യൂക്ലിയർ യുദ്ധം എന്നൊക്കെ പറയുന്നത് പിള്ളേർ കളിയല്ല, അതിൻ്റെ ഗൗരവം വളരെ വലുതാണ്. ട്രംപിന് ഇനിയെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ഈ ദിമിത്രി മെഡ്വദേവ്, പിന്നെ സോലോവിയേവ്, ഇവരൊക്കെ ഈ കാര്യം പറയുന്നത്. ഇത് ഡേഞ്ചറാണ്, സംഗതി അങ്ങോട്ടൊന്നും പോകണ്ട, നിങ്ങൾ ഞങ്ങളെ അധികമൊന്നും പേടിപ്പിക്കണ്ട, നിങ്ങളുള്ളത് കൊണ്ട് വലിയ അപകടം ഒഴിവായി, ഞങ്ങൾക്കതിനുള്ള കഴിവൊന്നുമില്ല, നിങ്ങളാണ് രക്ഷിച്ചത് എന്നുള്ള ഭാവം ഒട്ടും യോജിക്കാൻ പറ്റുന്നതല്ല. അത് റഷ്യയോടല്ല, ഒരു രാജ്യത്തോടും ട്രംപ് ചെയ്തുകൂടാത്തതാണ്. ഇങ്ങനെ പെട്രണൈസിങ് ആയിട്ട് ഒരു രക്ഷാധികാരി മനോഭാവത്തോടെ പെരുമാറുന്നത്, സംസാരിക്കുന്നതൊക്കെ മഹാമോശമാണ് എന്ന് ട്രംപിൻ്റെ കൂടെയുള്ള ആരെങ്കിലും ട്രംപിന് പറഞ്ഞു കൊടുക്കുമോ എന്നെനിക്കറിയില്ല. ഇനി പറഞ്ഞിട്ടും ഈ കാരണവർ കേൾക്കാഞ്ഞതാണെങ്കിൽ പിന്നെ പോക്ക് കേസാണ്. ബട്ട് ഒരു കാര്യം, അമേരിക്കൻ പ്രസിഡൻറ്റിന് നമ്മളൊക്കെ വിചാരിക്കുന്ന പോലത്തെ ഒരു അധികാരമൊന്നുമില്ല കേട്ടോ. 110 കമ്മിറ്റിയും സെനറ്റ്, സിൻഡിക്കേറ്റ്, കോൺഗ്രസ് ഒക്കെ കൂടിയിട്ട് വരിഞ്ഞ് മുറുക്കി അതിൻ്റെ ഇടയ്ക്ക് വേണം അമേരിക്കൻ പ്രസിഡൻറ്റിന് എന്തെങ്കിലും ചെയ്യാൻ. അതുകൊണ്ട് ഈ പറയണമാതിരി അങ്ങോട്ട് റഷ്യയെ ഞാൻ വിഴുങ്ങിക്കളയും, ഇന്ത്യയെ ഞാൻ വരച്ചവരയിൽ നിർത്തും, ഇങ്ങനെയൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്താതിരിക്കുന്നതാണ് ട്രംപിന് നല്ലത്. ഇനി നടത്തി അങ്ങനെയാണ് അമേരിക്ക നേടാൻ പോകുന്നതെങ്കിൽ നേട്ടമുണ്ടാവില്ല, നഷ്ടങ്ങൾ മാത്രമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വരും ദിനങ്ങളിൽ ഈ ചിത്രം കൂടുതൽ തെളിയും എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.